എൻഡ് ചേർന്നാണ് പോകുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കുഴിയുണ്ട്, പക്ഷേ എൻ്റെ വണ്ടി കുഴി ചാടത്തില്ല. കണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് മെത്തേഡ്. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ വളരെ പേടിയോടെ ഓടിക്കുന്ന ഒരു റോഡാണ് വില്ലേജ് റോഡുകൾ, പ്രത്യേകിച്ച് ഇടുങ്ങിയ റോഡുകൾ. മെയിൻ റോഡുകളിൽ നിന്ന് വില്ലേജ് റോഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 വണ്ടികൾക്ക് പോകാനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് മാത്രമേ ഇത്തരത്തിലുള്ള റോഡിൽ കാണത്തുള്ളൂ. എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വാഹനം റോഡിൻ്റെ പുറത്തിറക്കേണ്ട സിറ്റുവേഷൻ വരും. കാരണം വീതി റോഡിന് കുറവുള്ളത് കൊണ്ട് തന്നെ. ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പലർക്കും തന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി റോഡിന് പുറത്ത് പോകുന്ന സാഹചര്യം വരും, ചിലപ്പോൾ റോഡിൽ വണ്ടി നടുക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് വണ്ടിയുടെ ഇടത് മനസ്സിലാക്കി നമുക്കെതിരെ വരുന്ന ഒരു വാഹനത്തെ കടത്തിവിട്ട് സുഖകരമായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് നൽകുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ആ സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ട് ഒരു തവണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാനിപ്പോൾ വില്ലേജ് റോഡിലാണ് കിടക്കുന്നത്. 2 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ടുള്ള സ്പേസ് വളരെയധികം കുറവാണ്. നമ്മൾ ചിലപ്പോൾ വണ്ടി ഫുട്പാത്തിലേക്ക് ഇറക്കേണ്ട സാഹചര്യം വരും, അല്ലെങ്കിൽ റോഡിന് പുറത്തേക്ക് വണ്ടി ഇറക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരണം. രണ്ടാമതെന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് വില്ലേജ് റോഡുകളിൽ ഓടിക്കണം. വേഗത കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് കിട്ടത്തില്ല. ഒപ്പം തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു നോട്ടം ഡ്രൈവിങ്ങിൽ വളരെ പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ എങ്ങനെ നോക്കുന്നു അങ്ങനെയായിരിക്കും നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. വാഹനം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ജഡ്ജ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഡാഷ്ബോർഡിൻ്റെ ഈ സെൻറ്റർ ഭാഗം കണ്ടോ, അതായത് ഇപ്പം ഞാൻ ഈ സ്റ്റിക്ക് വെച്ചേക്കുന്ന ഏരിയ കണ്ടോ, ഈ സ്റ്റിക്ക് വെച്ചേക്കുന്ന ഏരിയയും ആ റോഡിൻ്റെ എൻഡ് ഭാഗവും ഇതുണ്ടോ ഒരേ ലൈൻസിലാണ് വരുന്നത്. ഇതുണ്ടോ, അപ്പോൾ ഈ ലെവലിൽ നമുക്ക് ആ റോഡിൻ്റെ എൻഡ് ഇതുണ്ട് ഈ സെൻറ്റർ ഏരിയയിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ റോഡുമായിട്ട് ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പില്ല, അത്യാവശ്യം നമ്മൾ റോഡിനോട് ഇടത് സൈഡ് ചേർന്നുമായിരിക്കും, എന്നാൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ റോഡിൻ്റെ എൻഡിലേക്ക് ഇതുകൊണ്ട് ആ ലൈൻസ് വെച്ച് ഞാൻ വരികയാണ്. ഇപ്പം നിങ്ങൾ നോക്കി ആ ലൈൻസ് വെച്ചിട്ട് നിങ്ങൾ നോക്കുക, കണ്ടോ ആ സ്റ്റിക്കും ആ ലൈൻസും ഒരേ രീതിയിലാണ് റോഡിൻ്റെ എൻഡ് നിൽക്കുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടോ ഈ ഫുട്പാത്തിനോട് ഏകദേശം ചേർന്നായിരിക്കും നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ ലെഫ്റ്റ് സൈഡ് ചേർന്ന്. അപ്പോൾ ഒരു വളവൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ശകലം ഇങ്ങോട്ട് പിടിക്കാനായിട്ട് പിടിക്കണം, റൈറ്റ് സൈഡിലേക്ക് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നേരെയാണ് വരുന്നതെങ്കിൽ നമുക്കിതുകൊണ്ട് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിത അകലം ഇട്ടുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പം ഇനി ഈ വളവ് ഇപ്പോൾ റൈറ്റ് ഉള്ള ഒരു വളവാണെന്നുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ടോ ഇങ്ങനെ ഈ സൈഡ് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഇതുകൊണ്ടോ ഇങ്ങനെ ചേർന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു വളവാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് വാഹനം മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് റോഡിന് പുറത്തു പോകും. അങ്ങനെ ഒരു കാര്യം അതിനകത്തുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ഓടിച്ചു വരുമ്പോൾ ഇതുകൊണ്ട് എതിരെ ഒരാൾക്കാർ നടന്നു വരുന്നു. അപ്പം നമ്മൾ ഇടേണ്ട ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് വിട്ടിട്ട് ഇതുകൊണ്ട് ഒരു ഇത്തിരിയും കൂടെ ഗ്യാപ്പ് ഇതുകൊണ്ട് ഇങ്ങനെ ലൈൻസ് വെച്ച് നോക്കുക. എന്നിട്ട് വണ്ടി ഇതുണ്ടോ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് ലൈൻസ് നോക്കുക. ദേ കണ്ടോ, അപ്പോൾ അതായത് വരുന്ന ആളിതുകൊണ്ട് ഈ ലൈൻസിന് പുറത്തായിരിക്കണം. ഞാൻ പറഞ്ഞൊരു ഐഡിയ പിടിയിട്ടു, ഇത്ര ഒരു അകലം ഇടുക. എന്നിട്ട് ആ ലൈൻസ് അല്ലെങ്കിൽ ആളെന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഇതിന് പുറത്തായിരിക്കണം നമ്മൾ കാണേണ്ടത്. അപ്പം നമ്മളൊരു നിശ്ചിത ഗ്യാപ്പ്, നല്ലൊരു ഗ്യാപ്പായിരിക്കും ഇടത് സൈഡിൽ നിന്ന് ഇട്ടേക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കി, ഇപ്പം ഞാൻ ഇടത് സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് മിററിലെ സൈഡിലുള്ള ആൾക്കാരുടെ കയ്യിൽ തട്ടാതെ നമുക്ക്
നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. ഇനി നിങ്ങൾ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ നോക്കി വീണ്ടും ഞാൻ സെൻട്രൽ ലൈൻസിലേക്ക് ഇതുണ്ട് ഇത് മാറ്റി വെക്കുന്നു. എന്നിട്ട് ഇവിടെ ഇതേ സെൻറ്റർ ലെഫ്റ്റ് സൈഡ് ഇതുണ്ട് ഇങ്ങനെ ചേർന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. എന്നിട്ട് ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വാഹനത്തിന് വേഗതയ്ക്കൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കക്കാർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് തേർഡൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ വണ്ടി എടുത്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്തതുകൊണ്ടോ വരികയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം ഇതുണ്ട് സെക്കൻഡ് ഗിയറിൽ ഒരു സ്പീഡൊക്കെ ബാലൻസ് ചെയ്ത് വില്ലേജ് റോഡുകളിൽ നമുക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീതിയുള്ള റോഡാകുമ്പോഴത്തേനാണ് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഡ്രൈവിങ്. കാരണം നമുക്ക് എല്ലാ ഗിയറും ഇട്ട് ഓടിക്കാം. റോഡിന് വീതി ഉള്ളത് കൊണ്ട് നമ്മുടെ വണ്ടി റോഡിന് പുറത്ത് പോകുക എന്നുള്ളൊരു പേടിയും വേണ്ട. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി ഇവിടെ ആൾ നടന്നു വരുന്നു, ഞാൻ അകലം ഇതേ ഇങ്ങനെ മാറ്റുന്നതുകൊണ്ട് ഇതിന് പുറത്താണ് ആളെ കാണുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വാഹനം തട്ടാതെ ഡ്രൈവ് ചെയ്യാം. വീണ്ടും ഞാനിതേ ഈ അകലം പാലിച്ചതേ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഇനി ഇതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളിൽ എതിരെ ഒരു വണ്ടി വന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ വാഹനം റോഡിൻ്റെ ഇതുകൊണ്ട് ഓൾറെഡി ലെഫ്റ്റ് ചേർന്നാണ് നിൽക്കുന്നത്. എതിരെ വരുന്ന വാഹനക്കാരൻ എന്ത് ചെയ്തു, കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ് പോയത്. കാരണം ഇവിടെ സ്പേസ് കുറവുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പോയത്. ഇപ്പം ഞാൻ ഈ വൈറ്റ് ലൈനിനോട് എൻ്റെ വാഹനം ചേർക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ സെൻറ്റർ ഇതുണ്ടോ പോയിന്റ് വെച്ചതുണ്ടോ, വൈറ്റ് ലൈൻ റിഫ്ലക്ടർ ചേർന്ന് അതായത് റിഫ്ലക്ടറെ കയറിയാണ് ഇപ്പോൾ എൻ്റെ വാഹനം പോകുന്നത്. അതുകൊണ്ട് സെൻട്രൽ ലൈൻ വെച്ച് ഞാൻ ഓടിക്കുമ്പോൾ റിഫ്ലക്ടറെ കയറിയാണ് പോകുന്നത്. അപ്പോൾ ഇനി റിഫ്ലക്ടറുമായിട്ട് നമുക്ക് സ്പേസ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ മാറ്റുന്നു. എന്നിട്ട് ഈ അകലം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇത്തിരിയും കൂടെ ആക്കുന്നു. കാരണം റോഡിന് ശകലം വീതി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ റിഫ്ലക്ടറുമായിട്ട് ഒരു ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനെ ഇടുന്നു, കണ്ടോ. അപ്പോൾ റിഫ്ലക്ടറുമായിട്ട് ഗ്യാപ്പ് ഇട്ടു. സൈഡിൽ ഫുട്പാത്ത് ഉണ്ട്, ആൾക്കാർ നടന്ന് അതുവഴി പൊക്കോളും. നമുക്ക് പേടിക്കാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, കണ്ടോ. അപ്പോൾ നമ്മൾ ഈ മെത്തേഡിൽ ഡ്രൈവ് ചെയ്യാണ്. ഇത്തിരി കൂടെ വീതി ഉള്ള റോഡ് വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ മെത്തേഡിലേക്ക് ഡ്രൈവിംഗ് ചേഞ്ച് ചെയ്യുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ വരുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ഇതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു വളവാണ് എടുക്കുന്നത്. ആ വളവ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതേ ഈ റിഫ്ലക്ടർ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇതേ തിരിഞ്ഞ് വരികയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് കഴിയും. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടി നേരെയാക്കുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നന്നായിട്ട് വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കണം. എതിരെ ഒരു വലിയ ബസ്സോ ലോറിയോ ഒക്കെ വരുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ഇങ്ങനെയാക്കുക. അതായത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ആക്കുവാണേ. ഇങ്ങനെ ആക്കുമ്പോഴത്തേന് ഞാൻ ഈ റോഡിൻ്റെ പരമാവധി എൻഡിലേക്ക് എൻ്റെ വാഹനം വരികയാണ്. അതായത് ഈ സ്റ്റിയറിംഗ് വീല് വെച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ലെവലായിട്ട് ഇതുണ്ട്, ഈ ലെവലിൽ വെക്കുകയാണ്. ഇപ്പം ഞാൻ ആ റിഫ്ലക്ടറും കഴിഞ്ഞിട്ട് റോഡിൻ്റെ എൻഡ് ചേർന്നാണ് പോകുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കുഴിയുണ്ട്, പക്ഷേ എൻ്റെ വണ്ടി കുഴി ചാടത്തില്ല, കണ്ടോ. കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് മെത്തേഡിൽ ഇതുണ്ട്, എൻ്റെ വാഹനം പോകുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പരമാവധി വണ്ടി സൈഡിലേക്ക് ഒതുക്കാനായിട്ട് ഇതുണ്ടോ, ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം പരമാവധി സൈഡ് ഒതുക്കാം. അപ്പോൾ എതിരെ വരുന്ന വണ്ടിയും കയറിപ്പൊക്കോളും. അപ്പം എതിരെ വരുന്ന വാഹനം എപ്പോഴും എന്ത് ചെയ്യണം, ഇതിന് പുറത്തായിരിക്കണം കാണേണ്ടത്. അതായത് ഈ ലൈൻസിന്, അതായത് ഇതിന് പുറത്തായിരിക്കണം എതിരെ വരുന്ന വാഹനവും കാണേണ്ടത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡ്രൈവിങ്ങിൽ നോട്ടത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം. അതായത് ലെഫ്റ്റ് സൈഡ് ഭാഗമായിരിക്കണം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ആ സൈഡ് ചേർന്ന് തന്നെ ഇങ്ങനെ ഓടിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ നോട്ടം റോഡിൻ്റെ നടുക്കാണെങ്കിൽ നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യും, വണ്ടി റോഡിൻ്റെ നടുക്ക് കൊണ്ടുവരും. അതൊരു ഡ്രൈവിംഗ് സൈക്കോളജിയാണ്. കാരണം നമ്മുടെ നോട്ടത്തിനനുസരിച്ച് നമ്മൾ വണ്ടി ഓടിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ നോട്ടം എന്ന് പറയുന്നത് എപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി ഒരു 360 വ്യൂ നമ്മുടെ കണ്ണിനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോളും. പക്ഷേ മെയിൻ ഫോക്കസ് ലെഫ്റ്റ് സൈഡ് ആക്കുക. പതിവ് പോലെ ഈ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് നൽകുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ആ സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ട് ഒരു തവണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.